ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികനും കവിയുമാണ് ജലാലുദ്ദീൻ റൂമി. അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ച ഷംസ് തബ്രീസിയുമായുള്ള കൂടിക്കാഴ്ച ഒരു വഴിത്തിരിവായി. റൂമിയുടെ ഓരോ വരിയും സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാം. റൂമി പറഞ്ഞ ജീവിത രഹസ്യങ്ങൾ, ഒരു മഹായാത്ര. തുടക്കം. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളൊരു പ്രത്യേക യാത്രയിലാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികനായ ജലാലുദ്ദീൻ റൂമിയുടെ ചിന്തകളിലൂടെയുള്ള ഒരു യാത്ര. നമ്മുടെ ജീവിതത്തിലെ പല ചോദ്യങ്ങൾക്കും ഉത്തരം. റൂമി പറഞ്ഞ ജീവിത രഹസ്യങ്ങൾ, ഒരു മഹായാത്ര. തുടക്കം. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളൊരു പ്രത്യേക യാത്രയിലാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികനായ ജലാലുദ്ദീൻ റൂമിയുടെ ചിന്തകളിലൂടെയുള്ള ഒരു യാത്ര. നമ്മുടെ ജീവിതത്തിലെ പല ചോദ്യങ്ങൾക്കും ഉത്തരമായി അദ്ദേഹം പറഞ്ഞ കഥകൾ നമുക്ക് ഒന്നിനു പുറകെ ഒന്നായി കേൾക്കാം. ഈ കഥകൾ കേട്ടുകഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു പ്രത്യേക ശാന്തത അനുഭവപ്പെടും. ഒരിക്കൽ ഒരു വലിയ കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു. ആ സിംഹം കാട്ടിലെ മൃഗങ്ങളെയെല്ലാം കൊന്നൊടുക്കുകയായിരുന്നു. പേടിച്ചുപോയ മൃഗങ്ങളെല്ലാം കൂടി സിംഹത്തിന്റെ അടുത്തെത്തി ഒരു കരാറുണ്ടാക്കി. അങ്ങ് ആരെയും വേട്ടയാടണ്ട, ഞങ്ങൾ ദിവസവും ഓരോ മൃഗത്തെ അങ്ങയുടെ ഭക്ഷണത്തിനായി അയച്ചു തരാം. സിംഹം അത് സമ്മതിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഊഴം വന്നത് ബുദ്ധിമാനായ ഒരു മുയലിനായിരുന്നു. മുയൽ മനഃപൂർവ്വം സിംഹത്തിന്റെ അടുത്തെത്താൻ വൈകി. വിശന്നു പൊരിഞ്ഞിരുന്ന സിംഹം ദേഷ്യത്തോടെ ചോദിച്ചു, എന്താണ് നീ വരാൻ ഇത്ര വൈകിയത്? മുയൽ പേടിയോടെ പറഞ്ഞു, പ്രഭോ, ഞാൻ വരുമ്പോൾ വഴിയിൽ വെച്ച് മറ്റൊരു സിംഹം എന്നെ തടഞ്ഞു. ഈ കാട്ടിലെ രാജാവ് അവനാണെന്നാണ് അവൻ പറയുന്നത്. ദേഷ്യം ഇരട്ടിച്ച സിംഹം പറഞ്ഞു, എവിടെയാണവൻ? എന്നെ അവിടെ എത്തിക്കൂ. മുയൽ സിംഹത്തെ ഒരു വലിയ കിണറിന്റെ അടുത്തെത്തിച്ചു. കിണറ്റിലെ വെള്ളത്തിലേക്ക് നോക്കിയ സിംഹം തന്റെ തന്നെ പ്രതിബിംബം കണ്ട് അത് മറ്റൊരു സിംഹമാണെന്ന് കരുതി കിണറ്റിലേക്ക് ചാടി. ആ മുയലിന്റെ ബുദ്ധി സിംഹത്തിന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കി. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാകുന്ന സിംഹത്തെക്കുറിച്ചാണ്. അത് നമ്മളെ തന്നെ നശിപ്പിക്കും. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കഥയുണ്ട്. അത് ആനയെ കണ്ട അന്ധന്മാരുടെ കഥയാണ്. ഒരു വലിയ ആനയെ ഇരുട്ടുള്ള മുറിയിൽ നിർത്തിയിരിക്കുകയായിരുന്നു. ആനയെ കണ്ടിട്ടില്ലാത്ത 4 പേർ അതിനെ തൊട്ടുനോക്കാൻ പോയി. ഒരാൾ തുമ്പിക്കൈയിൽ പിടിച്ചു. അയാൾ പറഞ്ഞു, ആന എന്നത് ഒരു വലിയ പൈപ്പ് പോലെയാണ്. മറ്റൊരാൾ ചെവിയിൽ തൊട്ടു. അയാൾ പറഞ്ഞു, ആന ഒരു വലിയ വിശറി പോലെയാണ്. മൂന്നാമൻ കാലിൽ പിടിച്ചു. അയാൾ പറഞ്ഞു, ആന ഒരു തൂണ് പോലെയാണ്. നാലാമൻ പുറത്ത് കൈവച്ചു. അയാൾ പറഞ്ഞു, ആന ഒരു വലിയ മഞ്ചൽ പോലെയാണ്. റൂമി കഥകളുടെ മഹാസമുദ്രം, ആത്മാവിന്റെ അന്വേഷണം. തുടർച്ച. കൂട്ടുകാരെ, നമ്മൾ നേരത്തെ തത്തയുടെയും വ്യാപാരിയുടെയും കഥ പറഞ്ഞു നിർത്തിയല്ലോ. ആ തത്തയ്ക്ക് ലഭിച്ച ആത്മീയമായ സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അടുത്തതായി റൂമി നമ്മെ കൊണ്ടുപോകുന്നത് ഒരു പുഴയുടെ തീരത്തേക്കാണ്. അവിടെ ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരനായ തോണിക്കാരനും തമ്മിലുള്ള രസകരമായ ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ്. ഒരിക്കൽ വലിയ അറിവുള്ള ഒരു പണ്ഡിതൻ ഒരു പുഴ കടക്കാനായി ഒരു തോണിയിൽ കയറി. യാത്രക്കിടയിൽ തന്റെ അറിവിൽ അഹങ്കരിച്ച പണ്ഡിതൻ തോണിക്കാരനോട് ചോദിച്ചു, ഹേയ് സുഹൃത്തെ, നിനക്ക് വ്യാകരണം അറിയാമോ? തോണിക്കാരൻ വിനയത്തോടെ പറഞ്ഞു, ഇല്ല സ്വാമി, എനിക്കിതൊന്നും അറിയില്ല. പണ്ഡിതൻ പരിഹാസത്തോടെ ചിരിച്ചു, കഷ്ടം, നിന്റെ ജീവിതത്തിന്റെ പകുതി പാഴായി പോയല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോൾ പുഴയിൽ പെട്ടെന്ന് വലിയ ഓളങ്ങൾ ഉണ്ടായി. കാറ്റും മഴയും ശക്തമായി തോണി മുങ്ങാൻ തുടങ്ങി. അപ്പോൾ തോണിക്കാരൻ തിരിച്ച് പണ്ഡിതനോട് ചോദിച്ചു, സ്വാമി, അങ്ങേക്ക് നീന്താൻ അറിയാമോ? പണ്ഡിതൻ പേടിയോടെ വിറച്ചു പറഞ്ഞു, ഇല്ല, എനിക്ക് നീന്താൻ അറിയില്ല. അപ്പോൾ തോണിക്കാരൻ ശാന്തനായി പറഞ്ഞു, എങ്കിൽ അങ്ങയുടെ ജീവിതം മുഴുവൻ പാഴായിപ്പോയി. കാരണം എനിക്ക് വ്യാകരണം അറിയില്ലെങ്കിലും ഈ പുഴ നീന്തിക്കടക്കാൻ അറിയാം.
നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പുസ്തകങ്ങളിലെ അറിവിനേക്കാൾ വലുതാണ് ജീവിതത്തിലെ അനുഭവങ്ങൾ എന്ന് റൂമി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ പണ്ഡിതന്റെ അഹങ്കാരം പോലെയാണ് മറ്റൊരു കഥയിലെ ആ മനുഷ്യൻ. അയാൾ ഒരു മരച്ചുവട്ടിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അയാൾ വർഷങ്ങളോളം അല്ലാഹ് അല്ലാഹ് എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ ഒരിക്കൽ പോലും ദൈവത്തിൽ നിന്ന് ഒരു മറുപടിയും വന്നില്ല. ഇത് കണ്ട് പിശാച് അയാളുടെ അടുത്തെത്തി പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ വിളിക്കുന്നത്? ദൈവം നിനക്ക് മറുപടി തരുന്നില്ലല്ലോ. നീ വിളിക്കുന്നത് നിർത്തുന്നതാണ് നല്ലത്. സങ്കടത്തോടെ ആ മനുഷ്യൻ പ്രാർത്ഥന നിർത്തി. അന്ന് രാത്രി അയാൾ ഒരു സ്വപ്നം കണ്ടു. ഒരു മാലാഖ വന്ന് അയാളോട് ചോദിച്ചു, നീ എന്തിനാണ് നിന്റെ പ്രാർത്ഥന നിർത്തിയത്? അയാൾ പറഞ്ഞു, ദൈവം എനിക്ക് മറുപടി തരുന്നില്ല, അതുകൊണ്ട്. അപ്പോൾ മാലാഖ പറഞ്ഞു, നീ ദൈവത്തെ വിളിക്കുന്നുണ്ടല്ലോ, ആ വിളി തന്നെയാണ് ദൈവത്തിന്റെ മറുപടി. നിന്റെ ഹൃദയത്തിൽ ആ ദൈവസ്മരണ ഉണ്ടാകുന്നത് ദൈവം നിന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. സുഹൃത്തുക്കളെ, പ്രാർത്ഥന എന്നത് വെറുമൊരു ചോദിക്കലല്ല, അത് ദൈവവുമായുള്ള ഒരു ആത്മബന്ധമാണ്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കഥയുണ്ട്. ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ തന്റെ നഷ്ടപ്പെട്ടു പോയ സൂചി തിരയുകയായിരുന്നു. അയാൾ വീടിന് പുറത്തെ തെരുവ് വിളക്കിന് താഴെയിരുന്ന് വളരെ കഷ്ടപ്പെട്ട് തിരയുന്നത് കണ്ട് അയൽക്കാർ വന്ന് ചോദിച്ചു, എവിടെയാണ് നിന്റെ സൂചി നഷ്ടപ്പെട്ടത്? അയാൾ പറഞ്ഞു, അത് വീടിനുള്ളിലെ ഇരുട്ടത്താണ് വീണത്. എല്ലാവരും ചിരിച്ചുകൊണ്ട് ചോദിച്ചു, വീടിനുള്ളിൽ കളഞ്ഞുപോയ സൂചി എന്തിനാണ് നീ പുറത്ത് തെരുവ് വിളക്കിന് താഴെ തിരയുന്നത്? അയാൾ പറഞ്ഞു, അകത്ത് ഇരുട്ടാണ്, പുറത്താണെങ്കിൽ നല്ല വെളിച്ചമുണ്ട്, അതുകൊണ്ട് ഇവിടെ തിരയുന്നു. ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരാം. പക്ഷേ നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇതാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന സമാധാനവും സന്തോഷവും നമ്മൾ പുറത്തുള്ള ലോകത്ത് തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ സന്തോഷം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് എന്ന് റൂമി ഈ കൊച്ചു കഥയിലൂടെ പറഞ്ഞു തരുന്നു. റൂമിയുടെ ലോകത്ത് സ്നേഹത്തിന് വലിയ സ്ഥാനമുണ്ട്. ഒരിക്കൽ ഒരു കാമുകൻ തന്റെ കാമുകിയുടെ വാതിലിൽ ചെന്ന് മുട്ടി. അകത്തുനിന്ന് ശബ്ദം കേട്ടു, ആരാണ് പുറത്ത്? അവൻ പറഞ്ഞു, ഇത് ഞാനാണ്. പക്ഷേ വാതിൽ തുറന്നില്ല. വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും വന്ന് വാതിലിൽ മുട്ടി. ആരാണ് പുറത്ത് എന്ന ചോദ്യത്തിന് അവൻ മറുപടി നൽകി, ഇത് നീ തന്നെയാണ്. ഉടനെ വാതിൽ തുറക്കപ്പെട്ടു. ഞാനും നീയും ഒന്നാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം തുടങ്ങുന്നത്. അവസാനം ഈ നീണ്ട യാത്രയിൽ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടു. ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികനും കവിയുമാണ് ജലാലുദ്ദീൻ റൂമി. അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ച ഷംസ് തബ്രീസിയുമായുള്ള കൂടിക്കാഴ്ച ഒരു വഴിത്തിരിവായി. റൂമിയുടെ ഓരോ വരിയും സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാം. യാത്രയിൽ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടു. ആനയെ കണ്ട അന്ധന്മാരും തത്തയും പണ്ഡിതനും സൂചി തിരഞ്ഞ മനുഷ്യനുമെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ഒരേ പാഠമാണ്. നമ്മുടെ കണ്ണ് തുറന്ന് ലോകത്തെ കാണുക, ഉള്ളിലെ വെളിച്ചം തിരിച്ചറിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വലിയ പ്രോത്സാഹനമാണ്. ഇതുപോലുള്ള കൂടുതൽ ആത്മീയ കഥകൾക്കും അറിവുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക. നന്ദി, നമസ്കാരം.